Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ആനീസ് കിച്ചണിൽ ചെയ്യാൻ പോകുന്ന ഒരു മീൻ ഐറ്റമാണ്. ഇത് വേറെ വലിയ ബഹളമുള്ള ഒരു മീൻകറി ഒന്നുമല്ല. ഇതൊരു സാധാ മീൻകറിയാണ് ചെയ്യാൻ പോകുന്നത്. ഈ മീൻകറി നല്ല ചൂട് അപ്പത്തിൻ്റെ, അതായത് നല്ല വെള്ളയപ്പം ഏറ്റവും നല്ലത്. വെള്ളയപ്പോ പിന്നെ പത്തിരി നല്ലതാ, നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാ. ഇതൊക്കെ എന്നാന്ന് പറഞ്ഞാൽ മീൻകറി എന്നാന്ന് പറഞ്ഞാലല്ലേ ഇനിയിപ്പോൾ എൻ്റെ കോമ്പിനേഷൻ ഇതൊക്കെ ഓക്കെ ആണോ നിങ്ങൾക്ക് തീരുമാനിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ എന്നൊക്കെ വേണ്ടിയെന്ന് നോക്കിയോ. കുറച്ച് സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, അതല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞേച്ചാൽ മതി. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരു മുഴുത്ത ടൊമാറ്റോ, ഒരു 2 പച്ചമുളക്. ഇത് വേണമെങ്കിൽ മതി, ഓപ്ഷണലാണ്. കുറച്ച് വിനാഗിരി. ഈ വിനീഗർ ഒന്നെങ്കിൽ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാ നീര് അല്ലെന്നുണ്ടെങ്കിൽ കുടംപുളിയില്ലേ അതിട്ടേച്ചാൽ മതി. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ. പിന്നെ ഇത് കഷ്ണമുള്ള മീനാ, അല്ല ഞാൻ ഈ പറഞ്ഞ ദശകട്ടിയുള്ളതാണ്. അല്ലാതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഏത് മീനാണെന്നേലും കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു മീൻ എന്നാ പറയുക, മത്തി അങ്ങനത്തെ ഒക്കെ ആണെന്നേലും ചെയ്യാൻ നോക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ അയലയോ ചീലാവോ അങ്ങനത്തെ കുറേ മീനുണ്ട്. ഓരോ നാട്ടിലൊക്കെ ഓരോ ഭാഷയാണ് പറയുന്നത്. അന്നേരം അങ്ങനത്തെ മീനൊക്കെ അതായത് ഞാൻ പറഞ്ഞ ചുരുക്കം പറഞ്ഞാൽ ദശകട്ടിയുള്ള മീൻ വെക്കാനാണെങ്കിൽ ഇച്ചിരി കൂടി ഒരു സ്വാദുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൺചട്ടി ആന്നേൽ അതാണ് ഏറ്റവും നല്ലത്. അതിനോളം രുചി വേറെ ഒന്നിനും കിട്ടുകയില്ല. ഞാൻ എപ്പോഴും പറയുവേ, എനിക്ക് ഇതുവരെ ഒത്തിട്ടില്ല, പക്ഷെ എന്നാൽ എൻ്റെ കുഞ്ഞുനാൾ ഞാൻ കഴിച്ചുകൊണ്ട് പറയുക, നല്ല മൺകലത്തി ഇച്ചിരി ചൂട് ചോറും നല്ല ചട്ടിയിൽ നല്ല ചൂട് മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നാ കറിയാണ് വേണ്ടിയ, ഒരു കറിയും വേണ്ട, എല്ലാം നല്ല ചൂടോടെ കഴിക്കാൻ എന്നാ ടേസ്റ്റാ അല്ലേ. ഇതിനകത്താന്നേൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കടുകോ ഉലുവായോ ഒന്നും ഇടുകയില്ല. ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചേച്ച്, ഒത്തിരി ഒന്നും ഒഴിക്കുന്നില്ല. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ അങ്ങ് ചുറ്റി ചോദിച്ചുകൊണ്ടിരിക്കുവാന്ന്, പക്ഷെ അങ്ങനെ ഒന്നും ഒഴിക്കുന്നില്ല. ഇതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്നെങ്കിൽ നീളത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞായിട്ട്, ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ്. ഈ സമയത്തൊന്നും നമുക്ക് ഒരു നേരവും കിട്ടുകയല്ല ചെറിയ ഉള്ളി പൊളിക്കാനായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ എൻ്റെ അമ്മായി അമ്മയുടെ ഒരു മുറത്തിലെടുത്ത് വെച്ചേച്ച് ഞാനിങ്ങനെ കൊടുക്കും അമ്മയുടെ ചെറിയ ഉള്ളി പൊളിച്ച് തരാനായിട്ട്. അന്നേരം അമ്മ പൊളിച്ച് തരും. അന്നേരം എനിക്ക് കാര്യം എളുപ്പമാണ്. ഇതിനകത്തോട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വാടുന്നതാണ് നല്ലത്. മീനിന് ഒത്തിരിയും വേണ്ട. അരിഞ്ഞു വെക്കുവാന്നേലും ഓരോ ടീസ്പൂൺ ഇട്ടോ, ചതയ്ക്കുവാന്നേലും ഒരു 3/4 ടീസ്പൂണോളവും മതി. അതല്ല ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മീനിൻ്റെ അളവ് നോക്കിയേച്ച് വേണം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാനായിട്ട്. നിറച്ച് മീനുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം ഇട്ടോ. പിന്നെ ആന്നേലും ഈ പറയുന്ന പോലെ മേടിക്കുന്നതാണെങ്കിലുണ്ടല്ലോ ഒരു ഇച്ചിരി നേരം മൂക്കുന്നതാണ് നല്ലത്. അരിഞ്ഞു വെച്ചേക്കുന്നതൊക്കെ ആന്നേൽ സവാളയുടെ കൂടെ തന്നെ അങ്ങ് വഴന്ന് കിട്ടും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും പറയാതെ ഇടേണ്ട ഒരു സാധനമാണ് കറിവേപ്പില. കരിവേപ്പില ഇല്ലെങ്കിൽ ഒരു മീൻകറിയോ ഇറച്ചിക്കറിയോ ഒന്നും രുചി വെക്കുകയില്ല. ഏറ്റവും ടേസ്റ്റിന് തന്നെയാണ്. ആ കരിവേപ്പിലയും എന്നാ പറയുക, ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടല്ലോ, അത് തന്നെ ഒരു സ്വാദാണ്. ഇതൊരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂത്തോട്ടെ. ഒരു ബ്രൗൺ കളറാവണം, അതാ ഏറ്റവും നല്ലത്. ബ്രൗൺ എന്ന് പറഞ്ഞാൽ അങ്ങ് ഒത്തിരി ബ്രൗൺ അല്ല, നമുക്ക് മീനിന് അരപ്പ് വേണം. എന്നാൽ വാടി വരുന്ന ഒരു പരുവം അല്ല, ഇച്ചിരി ഒന്ന് നല്ല മൂക്കുകയും വേണ്ട വാടുകയും അല്ല, ഇടയിലൊരു പരുവം ഇല്ലേ അതാവണം. ഇനിയിപ്പോൾ നമ്മൾ എത്രയൊക്കെ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുവാന്നേലും ഇനി ഭക്ഷണം വേണ്ട എന്ന് പറയുവാന്നേലും, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണ്, ഈ ഒരു വാട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടല്ലോ, ആ മണം ഒരു പ്രത്യേകം തന്നെയാണ്, ഇല്ല എന്ന് പറയാൻ ഒക്കത്തില്ല. ഇതൊരു ഇച്ചിരി ബ്രൗൺ ആവണേ. ബ്രൗൺ എന്ന് പറഞ്ഞാൽ എന്നാ പറയുക, അങ്ങ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ അങ്ങ് ബിരിയാണിക്ക് നമ്മളൊക്കെ മൂപ്പിക്കുന്ന പോലെ ഒന്നും അല്ല.
വെളുത്തുള്ളി സവാള ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞു. ഇനിയാന്നു നമ്മൾ പൊടിയെല്ലാം ചേർക്കാനുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി പച്ചമുളകും കൂടെ കിടന്നോട്ടെ. എന്നാന്ന് വെച്ചാൽ പൊടി ഇട്ട് കഴിഞ്ഞാൽ പച്ചമുളക് ഒത്തിരി അങ്ങോട്ട് മൂക്കുകയല്ല. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയല്ല, നല്ലതായിട്ട് മല്ലിപ്പൊടി വേണം. ഒരു 2 സ്പൂണോളം ഏകദേശം വേണം. എന്നാൽ മുളക് പൊടി ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതിയേ. കാരണം പച്ചമുളകിൻ്റെ എരിവ് മാത്രമല്ല, ഇതൊരു റെഡിഷ് മീൻകറി അല്ല, ഒരു യെല്ലോയിഷ് കളറാണ് വരണ്ടേ. യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് മഞ്ഞൾപ്പൊടി വാരി ഇട്ടേക്കല്ല. ഇതങ്ങോട്ട് മൂത്ത് വരുന്ന സമയം ഇതിൽ നിന്നൊരു പകുതി ടൊമാറ്റോ, ഒരു പകുതി ഇട്ടേച്ചാൽ മതിയേ. ഒരു ഇച്ചിരി ഉപ്പ്, ഇത്രയും പോരാ, മീൻ ചേർക്കുമ്പോൾ നല്ലോണം ഉപ്പ് വേണം. ആ പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചോവ മാറണേ. ചിലർ ഇതിനകത്ത് കടുകിടും, ഉലുവ ഇടും. പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ടേസ്റ്റ് അല്ലായിരിക്കും, എന്തായാലും ഡിഫറെൻ്റാണ്. ഈ പച്ചച്ചോവയൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കുക ആദ്യം. ഇപ്പം തേങ്ങാപ്പാൽ ചേർത്തു. ഇനി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും മീനിന് അത്രയും ഉപ്പ് പോരാ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കുറച്ച് വിനീഗർ, അല്ലെന്നുണ്ടെങ്കിൽ കുടംപുളി, അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാനീര്. ഇനി നമ്മൾ ഈ ചേർത്തേക്കുന്ന അരപ്പ് എല്ലാം നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മീനിനടുത്തിടണം. മീനിട്ടേച്ച് കഴിയുന്നതും കട്ടി തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വേകുമ്പോഴാണ് മീനിന് നല്ല ടേസ്റ്റ് വരുന്നത്. അല്ലാതെ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്ന മീനാന്നേൽ തേങ്ങ എന്നാൽ നല്ല മഷി പോലെ അരച്ചാൽ പോരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ പറ്റിയല്ല. കാര്യം എന്നാ, തേങ്ങ അരച്ച മീൻ കറി വേറെ സ്വാദാണ്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് അങ്ങ് കൺഫ്യൂഷനായിപ്പോവും. പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അതിനകത്ത് ഉലുവ കടുക് അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ തേങ്ങ അരച്ച് മഷി പോലെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കഴിയുന്നതും തേങ്ങാപ്പാലിലുണ്ടാക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അരപ്പങ്ങ് എന്നാ പറയുക തിളച്ചു. ഇനി ഞാൻ മീനിടാൻ പോവാം. എന്തായാലും മീനൊന്ന് തിളച്ചൊന്ന് പകുതി ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഉപ്പും പുളി എരിവൊക്കെ അറിയാനൊക്കത്തുള്ളൂ. എരിവ് ഓക്കെ, ഇച്ചിരി പച്ചമുളകും കൂടി ഇട്ടേച്ചാൽ മതി. മുളക് പൊടി അധികം ചേർക്കാൻ ഒക്കാത്തതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കുന്നത്. നമ്മുടെ ഒരു ഫിഷ് മപ്പാസൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഫാമിലിയിൽ പെടും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിറച്ച് തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വേണം ഇത് നമ്മുടെ മീൻ വേവാനായിട്ട്. വെന്ത തേങ്ങാപ്പാലിൽ കിടന്ന് വേകുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ അഥവാ ഇത്രയും തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ചാറ് നിങ്ങൾക്ക് പോരാന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ വാങ്ങാൻ നേരം കുറച്ചുകൂടെ തലപ്പാൽ ചേർത്തേച്ചാൽ മതി. ഇനി എന്നാന്ന് വെച്ചാൽ ഇത് അടച്ച് വെക്കുക. തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിലേ ഇടാവുള്ളൂ. കാര്യം എന്നാന്നോ, ചട്ടിയിലാണെങ്കിലും ചെറിയ തീയിലിട്ടേച്ചാൽ മതി. മീനിനകത്ത് നിന്ന് കുറച്ച് വെള്ളം ഊറും. അത് ഊറിയേച്ച് ആ ചാറ് പോരാൻ തോന്നുവാന്നേൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കണം. കഴിയുന്നതും എത്ര തേങ്ങാപ്പാൽ ചേർക്കാവോ അത്രയും നല്ലതായിട്ട് ചേർക്കുക. ഒരു 3-4 തേങ്ങയുടെ എടുത്ത് വെച്ച് ചേർക്കാനല്ല പറഞ്ഞ്, ഒരു തേങ്ങയുടെ മതി. പക്ഷെ എന്നാലും കഴിയുന്നതും വെള്ളം കുറച്ചിട്ട് പാലിൽ തന്നെ മീനാവുന്ന ഏറ്റവും നല്ല ടേസ്റ്റ്. ഇത് നല്ല ചൂട് വെള്ളയപ്പത്തിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കിയേ, എന്നാ ടേസ്റ്റ് അല്ലേ. ഒരു ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനേ ഇല്ല.